കൊച്ചി ബിനാലയിലെ ചിത്രത്തെ ചൊല്ലി വിവാദം. എന്നാൽ വിവാദം കലയെ മനസ്സിലാക്കാതെയാണെന്ന് ചിത്രകാരൻ ടോം വട്ടക്കുഴി റിപ്പോർട്ടറിനോട് പറഞ്ഞു. അന്ത്യ അത്താഴമല്ല, ഒരു സാഹിത്യരചനയെ ആസ്പദമാക്കിയുള്ള പ്രമേയമാണ് ചിത്രത്തിലേതെന്നും ടോം വട്ടക്കുഴി പറഞ്ഞു. ബിനാലെ പ്രദർശനത്തിൽ ചിത്രം ഉൾപ്പെടുത്തിയതിനെതിരെ വിരുദ്ധ ക്രൈസ്തവ സംഘടനകളും സഭകളും പ്രതിഷേധിച്ചിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്നു എന്നാണ് ആരോപണം. തെറ്റിദ്ധാരണയുടെ പ്രശ്നങ്ങളാണ്, അതായത് കാര്യങ്ങൾ കാണാൻ കഴിയാത്തതിന്റെ പ്രശ്നങ്ങളായിട്ടാണ് ഞാൻ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ലാസ്റ്റപ്പുറമൊന്നും അല്ല, അത് മറ്റൊരു കോണ്ടെക്സ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്. അപ്പൊ ഇത് എന്താണ് ഈ ചിത്രം പറയുന്നതെന്നും ഈ ചിത്രത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്നും അതിന്റെ എസൻസ് എന്താണെന്നും ഒക്കെ അത് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു അന്വേഷിക്കുകയും ചോദിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ട് അല്ലേ ഉണ്ടാകണ്ടേ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് ആളുകളുടെ തെറ്റിദ്ധാരണ കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യം. ഞാൻ അവരെയും കുറ്റം പറയുന്നില്ല, കാരണം അവർക്ക് ഈ പറയുന്ന കാര്യത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാകാം. അപ്പൊ അത് മനസ്സിലാക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്. സജോ ദേവസേവരുമായി. സജോ, ഇപ്പോൾ ബിനാലെ ഒരു ചിത്രം ഇപ്പോൾ വിവാദമായിരിക്കുകയാണല്ലോ. അപ്പോൾ ചിത്രകാരന്റെ പ്രതികരണമാണ് കണ്ടത്. ബിനാലെ സംഘാടകർ ഇതിനോട് പ്രതികരിക്കുന്നുണ്ടോ? ഇപ്പോൾ സഭ ഇതിൽ അതിരൂക്ഷമായ പ്രതികരണം നടത്തിയിട്ടുണ്ടോ? എന്താണ് സഭയുടെ നിലപാട്, ക്രൈസ്തവ സഭയുടെ നിലപാട്? സ്മൃതി, കൊച്ചിയിലെ ബിനാലെ ഗ്യാലറിയായ ഇടത്തിൽ പ്രദർശിപ്പിച്ച ധാരാളം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു ചിത്രം എന്നത് ടോം വട്ടക്കുഴിയുടെ രചനയാണ്. അത് തിരുവത്താഴത്തെ, ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തെ വികലമായി ചിത്രീകരിച്ചിരിക്കുന്നു. അത് അവിടെ പ്രദർശനത്തിന് ഇടം കൊടുത്തു എന്നതാണ് വിവിധ സംഘടനകളുടെ പ്രതിഷേധം. അതിൽ എറണാകുളം സ്വദേശിയായ തോമസ് എന്നയാൾ കളക്ടർക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകി. അതിന് പിന്നാലെ സഭകളും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. സിറോ മലബാർ സഭ പത്രക്കുറിപ്പിലൂടെ അവരുടെ പ്രതിഷേധം അറിയിക്കുന്നതിൽ അവർ പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തെ വികലമായ രീതിയിൽ അവതരിപ്പിച്ചു, അത് ചിത്രം പിൻവലിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ്. ഇതൊരു പുതിയ ചിത്രമല്ല, നേരത്തെ തന്നെ വരച്ചതാണ്. ഇതിനെ കേന്ദ്രീകരിച്ച് മുൻപൊരു വിവാദവും ഉണ്ടായിട്ടുണ്ട്. അവിടെ ടോം വട്ടക്കുഴിയുടെ തന്നെ 30ഓളം ചിത്രങ്ങളുണ്ട്. അങ്ങനെ വിവിധ ചിത്രകാരന്മാരുടെ വിവിധങ്ങളായ ചിത്രങ്ങൾ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. വിവാദമായതിന് പിന്നാലെ അവിടെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധിച്ചിരുന്നു. അതിന് പിന്നാലെ ആ ഗ്യാലറിയിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഈ ചിത്രകാരൻ പറയുന്നത് നേരത്തെ വരച്ച ഒരു ചിത്രമാണ്. ഒരു സാഹിത്യരചനയിലെ മാതാഹരിയുടെ കഥാപാത്രം വരുന്നു, അത് നാടകമായി പരിവർത്തിപ്പിച്ചപ്പോൾ ആ ആശയത്തെ ഉൾക്കൊണ്ട് വരച്ചൊരു ചിത്രമാണ്. ക്രിസ്തുവിന്റെ ക്രൈസ്തവ ദർശനത്തിന്റെ മാനവിക മൂല്യങ്ങളെ താൻ ഉൾക്കൊള്ളുന്ന ആളാണ്. ആ സൃഷ്ടി പിൻവലിക്കേണ്ട ആവശ്യമില്ല, അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് ലാസ്റ്റ് സപ്പറിനെ അല്ലെങ്കിൽ അന്ത്യത്താഴത്തെ പ്രമേയമാക്കിയുള്ള ഒരു ചിത്രമല്ല, മറിച്ച് മറ്റൊരാശയം പങ്കുവയ്ക്കാനാണ്. അതിലെന്തെങ്കിലും ഒരു ആക്ഷേപ ലക്ഷ്യമോ അധിക്ഷേപ ലക്ഷ്യമോ ഇല്ല. കലാസൃഷ്ടിയെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് നിലപാട്. അതേസമയം വിവിധ ക്രൈസ്തവ സംഘടനകളും നേരത്തെ സൂചിപ്പിച്ചത് KLC അടക്കമുള്ള ക്രൈസ്തവ സംഘടനകളും സിറോ മലബാർ സഭയും ഒക്കെ കടുത്ത ഭാഷയിൽ അവിടെ ഇങ്ങനൊരു ചിത്രം പ്രദർശിപ്പിച്ചത് അതൊരു ആസൂത്രിതമായ അധിക്ഷേപത്തിന്റെ കൂടി ഭാഗമാണ്. അങ്ങനെ ഒരു ഇടം എന്ന പേരിൽ തന്നെയുള്ള ചിത്ര പ്രദർശനത്തിൽ അനുവദിക്കാൻ പാടില്ലായിരുന്നു. ആ ചിത്രം മാറ്റണം, പിൻവലിക്കണം, അത് ബോധപൂർവമുള്ള അധിക്ഷേപത്തിന്റെ ഭാഗമാണ്, ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കാനുള്ള ശ്രമമാണ് തുടങ്ങിയ വിമർശനങ്ങളാണ് സഭ ഉന്നയിക്കുന്നത്. പക്ഷേ ചിത്രകാരൻ പറയുന്ന വിശദീകരണം ഇതാണ്. ഒപ്പം സൃഷ്ടിയെ ഏതെങ്കിലും ഘട്ടത്തിൽ തള്ളിപ്പറയില്ല, അതൊരു പുതിയ ചിത്രവുമല്ല, പഴയ നാടകത്തെ ആസ്പദമാക്കി ഉള്ള രചനയുമാണ്, അതിനെ തള്ളിപ്പറയില്ല. അതവിടെ 30ഓളം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. അതിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വിവാദം ഉണ്ടാകുന്നത് എന്നാണ് പ്രധാനം. ശ്രദ്ധേയമായ കാര്യം, കോൺഗ്രസ് പ്രാദേശിക നേതൃത്വവും അവിടെയുള്ള ചില ആളുകളും അവിടെ പോവുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഗ്യാലറിയിലേക്കുള്ള പ്രവേശന കവാടത്തിലടക്കം പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ ബിനാലെ അധികൃതർ എന്തെങ്കിലും ഒരു വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല എന്നാണ്. അത് നേരത്തെ തന്നെയുള്ള, അതൊരു പുതിയ ചിത്രമല്ല, നേരത്തെ തന്നെ പലയിടത്തും പ്രസിദ്ധീകരിക്കപ്പെടുകയും അതിനെ ചൊല്ലി വിവാദം ഉണ്ടാവുകയും ചെയ്ത ഒരു ചിത്രമാണ്. അത് വിവിധ ചിത്രങ്ങളുടെ കൂട്ടത്തിലാണ് ആ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയത് എന്നതാണ്. അത് ആ വിവാദം ആ നിലയ്ക്ക് തന്നെ സഭകൾ കടുത്ത നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ചിത്രകാരൻ അദ്ദേഹത്തിന്റെ ഭാഗം റിപ്പോർട്ടറിനോട് വിശദീകരിച്ചത്. സജോ ദേവസിയാണ് ബിനാലയിൽ നിന്നുള്ള ഒരു ചിത്ര വിവാദത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയത്.